കോഴിക്കോട് ആശ്വാസമായി വേനൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. കോഴിക്കോടിനെ കിഴക്കൻ മലയോര മേഖലയിലാണ് വേനൽ മഴ പെയ്തത്. മുക്കം, കൂരാച്ചുണ്ട് മേഖലകളിലൊക്കെ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തിരിക്കുന്നു. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായിട്ടുണ്ട്. അഞ്ജന, ഇവിടെയൊക്കെ നല്ല ചൂടാണ്. കോഴിക്കോട് വേനൽ മഴ ആശ്വാസമായി പെയ്തു തുടങ്ങിയിരിക്കുന്നു അല്ലേ നാട്ടിലും? അതെ അക്ഷയ, ഈ കനത്ത വേനൽ ചൂടിലൊരു ആശ്വാസമായി കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ ഇപ്പോൾ വേനൽ മഴ ലഭിച്ചിരിക്കുകയാണ്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് പ്രധാനമായും ഇപ്പോൾ മഴ ലഭിച്ചിരിക്കുന്നത്. അത് കൂരാച്ചുണ്ട്, കൂടരഞ്ഞി, തിരുവമ്പാടി, മുക്കം മേഖലകളിലാണ് ഇത്തരത്തിൽ മഴ ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയും ഈ പ്രദേശങ്ങളിലൊക്കെ വേനൽ മഴ ചെറിയ രീതിയിൽ പെയ്തിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളൊക്കെ ഏതായാലും പറയുന്നത്. ഇത് വലിയ ആശ്വാസമായി എന്നുള്ളതാണ്. കാരണം വേനൽ മഴ മലയോരവാസികൾക്കും അതോടൊപ്പം തന്നെ കടുത്ത ചൂടാണ്. അപ്പോൾ റംസാൻ മാസമാണ്. ഈ വ്രതമെടുക്കുന്ന വിശ്വാസികളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്കും കൂടെ ഇത്തരത്തിൽ ഈ ചൂടത്ത് ഒരു മഴ പെയ്തത് വലിയ ആശ്വാസമായി ഇരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ പെയ്യുമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിരുന്നു. ഈ ഫെബ്രുവരി 25 വരെ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും മഴ ലഭിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ മഴയാണെങ്കിൽ പക്ഷേ നഗരത്തിൽ ഏതായാലും ചൂട് കടുക്കുക തന്നെയാണ്. ഒരു മേഘാവൃതമായ അന്തരീക്ഷമൊക്കെ നഗരത്തിൽ ഉണ്ടെങ്കിലും മഴയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. വരുന്ന സമയത്തും ഇത്തരത്തിൽ മഴ കനക്കുമോ എന്ന് ആളുകൾ ഒക്കെ തന്നെയും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. ഈ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നലും ശക്തമായി ഉണ്ടായിരുന്നു. ഏതായാലും മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ഷയ. ശരി അഞ്ജന, എന്തായാലും കാത്തിരുന്നോളൂ. നഗരത്തിലും മഴ പെയ്യും അല്പം വൈകാതെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മഴ പെയ്യും. അഞ്ജനയ്ക്ക് പനിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് ആശ്വാസമായി വേനൽ മഴ എത്തിയത്. നാട്ടിൽ മഴയാണ്.